السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ചെറുതോ വലുതോ ആയ ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില സാക്ഷികളുണ്ട്. ഒന്നാമതായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി തന്നെ. അതെ, അതിന്റെ മുകളിൽ വെച്ച് നമ്മൾ തിന്നുന്നു, കുടിക്കുന്നു, ഉറങ്ങുന്നു, നടക്കുന്നു. അതിന്റെ വിഭവങ്ങൾ നമ്മൾ കൊയ്തെടുക്കുന്നു. ആ ഭൂമിയുടെ മുകളിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അത് പറഞ്ഞറിയിക്കും. അതിന്റെ മുകളിൽ വെച്ച് കളവ് നടത്തിയത്, അതിന്റെ മുകളിൽ വെച്ച് വ്യഭിചരിച്ചത്, അതിന്റെ മുകളിൽ വെച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചത് ഇറങ്ങി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകൾക്കും, അതിന്റെ മുകളിൽ വെച്ച് നമസ്കരിച്ചത്, അതിന്റെ മുകളിൽ വെച്ച് സക്കാത്ത് നൽകിയത്, അതിന്റെ മുകളിൽ വെച്ച് നോമ്പനുഷ്ഠിച്ചത്, അതിന്റെ മുകളിൽ വെച്ച് ഹജ്ജ് നിർവഹിച്ചത് തുടങ്ങി എല്ലാ സൽക്കർമ്മങ്ങൾക്കും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് അത് സാക്ഷി പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. അന്നേ ദിവസം അഥവാ ഖിയാമത്ത് നാളിൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ മുകളിൽ വെച്ച് എന്തൊക്കെ തെറ്റുകൾ ചെയ്തോ ആ തെറ്റുകളെല്ലാം, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തോ ആ സൽക്കർമ്മങ്ങളെല്ലാം ഭൂമി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞറിയിക്കും. രണ്ടാമതായി സാക്ഷികളായിട്ടുള്ളത് മലക്കുകളാണ്. അത് നമ്മളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിശ്ചയമായും നിങ്ങളുടെ മേൽ ചില സൂക്ഷിപ്പുകാരുണ്ട്, മേൽനോട്ടക്കാരുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്ന മാന്യന്മാർ. അവർ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തും അറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അതല്ല, അവരുടെ രഹസ്യവും ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അതെ, നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ട്. മൂന്നാമതായി സാക്ഷിയായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അനുഗ്രഹമായി നൽകിയ നമ്മുടെ ശരീരം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്രവെക്കും, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും, അവരുടെ കാലുകൾ അവർ ചെയ്തു കൂട്ടിയിരുന്നതിനെ സംബന്ധിച്ച് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ അവർ അവിടെ ചെന്നാൽ അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇ വഹുവ ഖലഖകും അവ്വല മർറത്തിൻ വഇലൈഹി തുർജഊൻ. തങ്ങളുടെ തൊലികളോട് അവർ പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? ആ തൊലികൾ പറയും, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ കൈകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതും കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും എന്നുവേണ്ട നമ്മളുടെ ശരീരം ഉപയോഗിച്ച് എന്തൊക്കെ നമ്മൾ ചെയ്തുവോ അതെല്ലാം നാളെ പരലോകത്ത് നമ്മൾക്ക് നമ്മളുടെ ശരീരം സാക്ഷി പറയും. നാലാമതായി സാക്ഷിയായിട്ടുള്ളത് എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ
وهو معكم أينما كنتم وهو معكم أينما كنتم والله بما تعملون بصير والله بما تعملون بصير. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്നും ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. നിശ്ചയമായും ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അല്ലാഹുവിന് അവ്യക്തമായി പോവുകയില്ല. അല്ലാഹു പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏത് സ്ഥലത്തായിരുന്നാലും ഏത് മേഖലകളിലായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.